നമസ്കാരം. മധ്യേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ തുർക്കിയിലെ ഇസ്താംബുളിലുള്ള ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിൽ വെടിവയ്പ്. അതിശക്തമായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവയ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇസ്താംബുളിലെ പ്രധാന സാമ്പത്തിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കോൺസുലേറ്റ് മന്ദിരത്തിന് തൊട്ടടുത്താണ് ആക്രമണം നടന്നത്. പരിക്കേറ്റ ഉദ്യോഗസ്ഥരിൽ ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതിന്റെയും മറ്റു ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് 2 മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലാണ്. 2023 ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഈ മേഖലയിൽ കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ ഇസ്രായേലി നയതന്ത്ര പ്രതിനിധികൾ ആരും തന്നെ തുർക്കിയിൽ ഔദ്യോഗികമായി തങ്ങുന്നില്ലെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നു എന്ന ആശങ്ക ശക്തമാണ്. ഇസ്താംബുളിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിലുണ്ടായ വെടിവയ്പ്പിന് പിന്നിൽ കൃത്യമായ ഒരു കാരണം തുർക്കി അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രാഥമിക അന്വേഷണങ്ങളിൽ ചില പ്രധാന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ഇറാൻ-ഇസ്രായേൽ യുദ്ധം നിലവിൽ അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികാരമാകാം ഇതെന്നും സംശയിക്കുന്നുണ്ട്. അക്രമികൾ ഇസ്താംബുളിന് പുറത്തുള്ള ഇസ്മിറ്റിൽ നിന്നും വാടകയ്ക്കെടുത്ത കാറിലാണ് എത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് ആസൂത്രിതമായ ഒരു നീക്കമാണെന്നാണ് വ്യക്തം. നിലവിൽ തുർക്കിയിലെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. നയതന്ത്ര കാര്യാലയങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മധ്യേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ഇറാൻ ജനതയ്ക്ക് ഇസ്രായേൽ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ട്രെയിനുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ജീവൻ അപകടമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി ഇറാൻ ജനതയെ അറിയിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ഭീഷണി. ഇറാനിലെ റെയിൽവേ ലൈനുകൾക്ക് സമീപത്തു നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശത്തിലൂടെ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. ഇതിന് തിരിച്ചടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോകത്തെ എണ്ണവാതക വിപണി കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. യുദ്ധം ദീർഘിപ്പിക്കുന്നത് ആഗോള സാമ്പത്തിക വിപണിയെ തകിടം മറിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിനുള്ള സാധ്യതകൾ ഇപ്പോഴും അകലെയാണ്. ഇസ്താംബുളിലെ വെടിവെപ്പ് കൂടി ഉണ്ടായതോടെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. എന്തായാലും സമാധാനമില്ല പശ്ചിമേഷ്യയിൽ എന്ന കാര്യം സത്യമാണ്. ഇറാൻ എന്തായാലും ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും തയ്യാറല്ല. ഈ ഘട്ടത്തിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടുകൂടി സംഭവങ്ങൾ മാറിമറിയും. ഇറാനെ പുരാതന ശിലായുഗത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അമേരിക്ക ആക്രമിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എന്തായാലും ഇതിനെ ഇറാൻ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്നും ഏത് തരത്തിലായിരിക്കും ഇനി യുദ്ധം കടക്കുക എന്നും വലിയ ആശങ്കയോടെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുകയാണ്.